മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. 63ാമത് നെഹ്റു ട്രോഫി ജലവേള പുന്നമടക്കായലിൽ, ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ ആരംഭിക്കുകയായി. 63 വർഷത്തിന് ചരിത്ര പശ്ചാത്തലമുള്ള മഹത്തായ ഒരു ജലമേളയുടെ മഹത്തായ ആരംഭം. 63 വർഷങ്ങൾക്ക് മുൻപ് നവഭാരത ശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1952 കേരളം സന്ദർശിച്ചപ്പോൾ 1952 ഡിസംബർ 22 കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തെ കുട്ടനാട്ടിലെ കളിവള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി സ്വീകരിക്കുകയും തുടർന്ന് ആലപ്പുഴയ്ക്കടുത്തുള്ള വേമ്പനാട് കായലിന്റെ തെക്കേ അറ്റത്തുള്ള മൺട്രോ വിളക്കിന് സമീപമുള്ള ആ പ്രദേശത്ത് ഒരു വള്ളംകളി മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തു. 9 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുത്ത ആ വള്ളംകളി മത്സരത്തിൽ ഒന്നാമതെത്തിയ നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി ഇന്ത്യയുടെ മഹാനായ ആദ്യത്തെ പ്രധാനമന്ത്രി, നവഭാരത ശില്പി, കേരളത്തിന്റെ തിരുക്കൊച്ചിയുടെ ഒക്കെ മഹത്തായ സാംസ്കാരിക പൈതൃകം പേറുന്ന ഈ ജലമേള തുടർന്നും നടത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് അങ്ങ് ഡൽഹിയിൽ ചെന്ന് ഡൽഹിയിൽ നിന്ന് വെള്ളിയിൽ തീർത്ത ഒരു വെള്ളിക്കപ്പ്, ചുണ്ടൻ വള്ളത്തിന്റെ ആകൃതിയിലുള്ള ഒരു വെള്ളിക്കപ്പ് അദ്ദേഹം ആലപ്പുഴയ്ക്ക് അയച്ചു കൊടുത്തു. ആ വെള്ളിക്കപ്പിന് വേണ്ടിയാണ് വർഷാവർഷം 1954 മുതൽ ആദ്യത്തെ ഔദ്യോഗികമായ ജലമേള നടന്ന 54 മുതൽ ഈ കളിവള്ളങ്ങൾ, കുട്ടനാട്ടിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കളിവള്ളങ്ങൾ, ആലപ്പുഴയിലും എറണാകുളത്തും കൊല്ലത്തും കോട്ടയത്തും പത്തനംതിട്ടയിലുമായി പരന്നുകിടക്കുന്ന കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കളിവള്ളങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച ആലപ്പുഴ പുന്നമടക്കായലിലെത്തുന്നത്. ഈക്കുറി പതിവിന് വിപരീതമായി ഒരു പുതിയ പരീക്ഷണം നടക്കുകയാണ്. കളിവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം, പ്രധാനമായും ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ഈ ദിവസം ആദ്യം രാവിലെ പ്രത്യേകമായി സംഘടിപ്പിക്കുകയാണ്. സാധാരണ ഉച്ചകഴിഞ്ഞ്, നമുക്കറിയാം, സാധാരണ ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് ഈ നെഹ്റു ട്രോഫി ജലമേള ആരംഭിക്കുന്നത്. എന്നാൽ പലപ്പോഴും അത് ഇടവേളകളിലൊക്കെ അത് ഒത്തിരി കാലതാമസമൊക്കെ നേരിടുന്നതും ഒക്കെ കൊണ്ട് വിരസമാകാറുണ്ട് എന്നുള്ള പരാതി പരിഹരിക്കുവാൻ വേണ്ടിയാണ് ഇക്കുറി ചെറിയ കളിവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം രാവിലെ ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം, ആദ്യ പാദ മത്സരത്തിൽ 3 ഹീറ്റ്സ് മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ഈ പുന്നമടക്കായലിലൂടെ ആരംഭിക്കും. അതിന്റെ വിവരണങ്ങൾ നൽകുവാനായി ഞങ്ങൾ ഇവിടെ 5 കമന്റേറ്റേഴ്സ് എത്തിയിട്ടുണ്ട്. ഞാൻ ജോസഫ് നായങ്കരി, എന്നോടൊപ്പം മലയാളം കമന്റേറ്റേഴ്സ് ശ്രീ ഹരികുമാർ വാലേത്ത്, ശ്രീ കുറിച്ചി രാജശേഖരൻ, അഡ്വക്കേറ്റ് ജോസ് പി ജോർജ് എന്നിവരും ഇംഗ്ലീഷ് വിവരണം നൽകുവാനായി പ്രൊഫസർ ബാബു സക്കറിയ, പ്രൊഫസർ ചെറിയാൻ അലക്സാണ്ടർ എന്നിവരും ഈ പുന്നമടക്കായലിൽ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരം, ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കും. 3 ഹീറ്റ്സ് മത്സരങ്ങളിലായിട്ടാണ് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങൾ മത്സരിക്കുന്നത്. ശ്രീമുത്തപ്പനും സെയിന്റ് ആന്റണിയും ദാനിയേലും ജലറാണിയും ആദ്യ ഹീറ്റ്സിൽ മത്സരിക്കും. അതിന് ശേഷം താണിയൻ, ഹനുമാൻ 1, സെന്റ് സെബാസ്റ്റ്യൻസ് നമ്പർ 1, കുന്നത്തുപറമ്പൻ എന്നീ കളിവള്ളങ്ങൾ 2ാമത്തെ ഹീറ്റ്സിൽ മത്സരിച്ചു കടന്നുവരും. അതിനുശേഷമാണ് 5 കളിവള്ളങ്ങൾ പങ്കെടുക്കുന്ന ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ 3ാമത്തെ ഹീറ്റ്സ്. അതിൽ ഉറപ്പുപറമ്പൻ, ശ്രീ ഗുരുവായൂരപ്പൻ, സെന്റ് ജോസഫ്, ശരവണൻ, കാശിനാഥൻ എന്നിങ്ങനെ 5 കളിവള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. തീർച്ചയായും ചെറുവള്ളങ്ങളുടെ മത്സരം ആയതുകൊണ്ട് തന്നെ അത്രയൊന്നും ആവേശം ഒരുപക്ഷെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ. കാരണം നെഹ്റു ട്രോഫി എന്ന് പറഞ്ഞാൽ ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടമാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആ മഹത്തായ മത്സരം, ഇഞ്ചോടിഞ്ചുള്ള ആ കുതിപ്പ് കാണുവാനായിട്ടാണ് ലോകത്തെമ്പാടുമുള്ള ആളുകൾ ടെലിവിഷൻ സ്ക്രീനിന് മുമ്പിൽ കാത്തിരിക്കുന്നതും കഴിയുന്നിടത്തോളം ആളുകൾ കേരളത്തിൽ നിന്നും അതുപോലെ വിദേശത്തു നിന്നും ഒക്കെ ഈ ആലപ്പുഴ പുന്നമടക്കായലിൽ ഓഗസ്റ്റ് ശനിയാഴ്ച അവർ മനസ്സിൽ കുറിച്ചു വെച്ചുകൊണ്ട് ഈ പുന്നമടക്കായലിലേക്ക് എത്തുന്നതും ചുണ്ടൻ വള്ളങ്ങളുടെ വാശിയേറിയ പോരാട്ടം കാണുവാൻ വേണ്ടിയാണ്. തീർച്ചയായും ഇത് മഹത്തായ ഒരു പോരാട്ടം തന്നെയാണ്. അറുപത്തിമൂന്നാമത്
നെഹ്റു ട്രോഫി ജലമേള ആരംഭിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് കളിവള്ളങ്ങളുടെ പോരാട്ടമാണ് ആദ്യം നടക്കേണ്ടത്. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് എന്ന് പറയുമ്പോൾ 35 തുഴച്ചിൽക്കാരിൽ കുറച്ച് ആളുകൾ തുഴയുന്ന കളിവള്ളങ്ങൾ, 35 തുഴച്ചിൽക്കാരിൽ കൂടുതൽ ആളുകൾ തുഴച്ചിൽക്കാർ തുഴയുന്ന ഇരുട്ടുകുത്തി വള്ളങ്ങളെ എ ഗ്രേഡ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അങ്ങനെ ചെറിയ വള്ളങ്ങൾ എന്ന് പറയാവുന്ന ഒരു വള്ളമാണ് ഇരുട്ടുകുത്തി ബി ഗ്രേഡ്. അതുപോലെ അതിലും ചെറുതായി ഏകദേശം അതേ രീതിയിൽ വരുന്ന മറ്റൊരു വള്ളമാണ് ചുള്ളൻ വള്ളം. ഇരുട്ടുകുത്തി ബി ഗ്രേഡും ചുള്ളൻ വള്ളവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം ആളുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമില്ല എങ്കിൽ പോലും അതിന്റെ ഷേപ്പിലുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത്. ഇരുട്ടുകുത്തി വള്ളങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇരുട്ടിനെ കീറിമുറിച്ച് കടന്നുവരുന്ന ഏറ്റവും വേഗതയേറിയ വള്ളങ്ങളാണ് ഇരുട്ടുകുത്തി വള്ളങ്ങൾ. പലപ്പോഴും പണ്ടുകാലത്ത് കായൽ കൊള്ളക്കാരും കടൽ കൊള്ളക്കാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന വള്ളങ്ങൾ നമുക്കറിയാം. പണ്ട് തിരുവിതാംകൂറിന്റെയും തിരുക്കൊച്ചിയുടെയും ഒക്കെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും വലിയ ജലാശയമായി വേമ്പനാട് കായൽ അങ്ങനെ പരന്നു കിടക്കുമ്പോൾ ജലയാത്രയായിരുന്നു പ്രധാനമായും പഴയ കാലത്തെ റോഡുകളൊന്നും ഇല്ലായിരുന്ന പഴയ കാലത്തെ ആളുകളുടെ സഞ്ചാര മാർഗം. അപ്പോൾ തിരുവനന്തപുരത്തു നിന്നും അതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ വൈക്കം ക്ഷേത്രത്തിലും അതുപോലെയുള്ള വേമ്പനാട് കായലിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ചെറിയ ചെറിയ പട്ടണങ്ങളിലും ക്ഷേത്രങ്ങളിലും അതുപോലെയുള്ള ആരാധനാലയങ്ങളിലുമൊക്കെ ആളുകൾ പൊയ്ക്കൊണ്ടിരുന്നത് ഇതുപോലുള്ള വള്ളങ്ങളിലായിരുന്നു, ചെറിയ വള്ളങ്ങളിലായിരുന്നു, ഒളവര വള്ളങ്ങളിലായിരുന്നു, ചുള്ളൻ വള്ളങ്ങളിലായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ആക്രമിക്കുവാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ കൊള്ളയ്ക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വള്ളമായിട്ടാണ് ഇരുട്ടുകുത്തിയെ പറ്റി പറയുന്നത്. അത് തന്നെയുമല്ല, പണ്ട് ഏകദേശം വളരെയധികം തീരദേശമുള്ള സമ്പന്നമായ കേരളത്തിന്റെ വിവിധ നാട്ടുരാജ്യങ്ങൾക്ക് സ്വന്തമായി വള്ളപ്പടകൾ ധാരാളം ഉണ്ടായിരുന്നു. ആ വള്ളപ്പടകൾക്കൊക്കെ ചുണ്ടൻ വള്ളങ്ങളൊക്കെ പടയാളികൾക്കും യുദ്ധം ചെയ്യുവാനും ഒക്കെയായി ഉപയോഗിച്ചിരുന്നപ്പോൾ അതിനെ അകമ്പടി സേവിച്ചുകൊണ്ട് പോയിരുന്ന വള്ളങ്ങൾ കൂടിയാണ് ഇരുട്ടുകുത്തി വള്ളങ്ങൾ. അങ്ങനെയുള്ള കളിവള്ളങ്ങളിൽപ്പെട്ട ഒരു ചെറിയ വള്ളങ്ങളാണ് 35 തുഴച്ചിൽക്കാരിൽ കുറച്ചാളുകൾ തുഴയുന്ന ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങൾ. ആ വള്ളങ്ങളിൽ ഇപ്പോൾ 13 കളിവള്ളങ്ങളാണ് ഈ 63ാമത് നെഹ്റു ട്രോഫിയിൽ ഇരുട്ടുകുത്തി ബി ഇനത്തിൽ മത്സരിക്കുന്നത്. അത് കഴിഞ്ഞ് രാവിലെ നടക്കേണ്ടത് എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരമാണ്. അത് 2 മത്സരമാണ്, 2 ഹീറ്റ്സ് ആണ് നടക്കേണ്ടത്. അതിൽ മൊത്തം 11 കളിവള്ളങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം നടക്കേണ്ട ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നടക്കുന്നതേ ഉള്ളൂ. രാവിലെ ആക്കിയിരിക്കുകയാണ്. അതുപോലെ ചെറുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങൾ, ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ഉച്ച കഴിഞ്ഞ് തന്നെയാണ് പതിവ് പോലെ ആരംഭിക്കുന്നത്. പക്ഷേ ചെറുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരമാണ് രാവിലെ ആരംഭിച്ചിരിക്കുന്നത്. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ബി ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം 3 ഹീറ്റ്സായി ആദ്യം നടക്കും. അത് കഴിഞ്ഞ് എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം 2 ഹീറ്റ്സ് നടക്കും. മൊത്തം 11 വള്ളങ്ങൾ എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ആശാപുളിക്കക്കളം, കോട്ടപ്പറമ്പൻ, പുന്നത്ര വെങ്ങാഴി, പട്ടേരിപ്പുരിക്കൽ, ഉദയംപറമ്പിൽ, ചെത്തിക്കാടൻ, മണലി, അമ്പലക്കടവൻ, വേണുഗോപാൽ തുടങ്ങിയ എ ഗ്രേഡ് വള്ളങ്ങളാണ് ഹീറ്റ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ ഹീറ്റ്സ് മത്സരത്തിൽ വിജയിക്കുന്ന കളിവള്ളങ്ങൾ, വെപ്പ് വള്ളങ്ങൾ 1ഉം 2ഉം സ്ഥാനങ്ങൾ ലഭിക്കുന്ന വള്ളങ്ങൾ വീണ്ടും ഉച്ച കഴിഞ്ഞ് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ അവർ 4 വള്ളങ്ങൾ തമ്മിൽ മത്സരിക്കും. 2 ഹീറ്റ്സിലെയും 1ഉം 2 സ്ഥാനങ്ങൾ നേടുന്ന വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങൾ ഉച്ച കഴിഞ്ഞ് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ അവർ വീണ്ടും മത്സരിച്ച് 4 വള്ളങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു. അവയിൽ ഒന്നാമതെത്തുന്ന വള്ളത്തിനാണ് എ ഗ്രേഡ് വള്ളങ്ങളുടെ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നത്. അതുപോലെ ബി ഗ്രേഡ് വള്ളങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 13 വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. 13 വള്ളങ്ങളിൽ 3 ഹീറ്റ്സായി പങ്കെടുക്കുന്നു. അതിൽ ഒന്നാമതെത്തുന്ന വള്ളങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഉച്ചകഴിഞ്ഞ് ഫൈനൽ മത്സരത്തിൽ നടക്കേണ്ടത്. അങ്ങനെയുള്ള ആ ഒരു തയ്യാറെടുപ്പുകളാണ്, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഈ പുന്നമട കായലിലുമൊക്കെ നടക്കുന്നത്. തെളിഞ്ഞ ഒരു പ്രകാശമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ആലപ്പുഴയിലും ഈ പുന്നമട കായലിലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
ഈ രാവിലെ പ്രത്യേകം നേരത്തെ പറഞ്ഞതുപോലെ പതിവിന് വിഭിന്നമായി രാവിലെ വള്ളംകളി മത്സരം ആരംഭിച്ചതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ഇവിടെ എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഏകദേശം ഇപ്പോൾ തന്നെ പ്രതീക്ഷിച്ചതിലധികമായി തന്നെ ആളുകൾ ഈ രാവിലത്തെ ജലോത്സവം കാണുവാൻ തന്നെ എത്തിയിട്ടുണ്ട്. സാധാരണ ഉച്ചകഴിഞ്ഞ് വള്ളംകളി നടക്കുമ്പോൾ ഒരു മണിക്കൊക്കെ ആളുകൾ എത്തുന്ന അത്രയും ആളുകൾ ഇപ്പോൾ തന്നെ ഈ ജലോത്സവം കാണുവാൻ ഗാലറികളിലും അതുപോലെ ഹൗസ് ബോട്ടിലും മോട്ടോർ ബോട്ടുകളിലും ഒക്കെയായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞാണ് വാശിയേറിയ പോരാട്ടമെന്ന് അറിയാവുന്ന കുട്ടനാട്ടുകാർ ഒരുപക്ഷെ ഉച്ചകഴിഞ്ഞ് വരാമെന്നുള്ള പ്രതീക്ഷയിൽ മാറി നിൽക്കുന്നതാകാം. എങ്കിൽ പോലും ഒരു ദിവസം ഈ ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച എന്നുള്ള ഈ ഒരു ദിവസം ഈ ആലപ്പുഴയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആലപ്പുഴയുടെ മഹത്തായ ഈ പാരമ്പര്യം പേറുന്ന ജലോത്സവത്തിന് വേണ്ടി കുട്ടനാട്ടിന്റെ കൈക്കരുത്ത് കാണുവാൻ വേണ്ടി ആ വാശിയേറിയ പോരാട്ടം കാണുവാൻ വേണ്ടി വള്ളംകളി പ്രേമികൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു നിതാന്ത ദർശനമാണ് ഈ പുന്നമടക്കായലിൽ ഇപ്പോൾ കാണുന്ന ഈ ഒത്തുകൂടിയിരിക്കുന്ന ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ 11 മണി ഒക്കെ ആയപ്പോൾ പോലും എത്തിയിരിക്കുന്ന ജനസഞ്ചയം. തുടർന്നുള്ള വിവരണം ശ്രീ കുറിച്ചി രാജശേഖരൻ നൽകും. നന്ദി ജോസഫ് താങ്കരി. ആഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച ലോകം പുന്നമടക്കായലിലേക്ക്, കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയിലെ പുന്നമടക്കായലിലേക്ക് ലോകത്തിന്റെ കണ്ണുകൾ എത്തുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ജലമേള. അതെ, അതിന് സാക്ഷ്യം വഹിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ലോകത്തിലെ മുഴുവൻ വള്ളംകളി പ്രേമികളെയും ഹഠാത് ആകർഷിക്കുന്ന ആ ജലോത്സവത്തിന് തുടക്കം കുറിക്കാൻ ഇനി മാത്രകൾ മാത്രം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ കയ്യൊപ്പോടുകൂടി നൽകിയ വെള്ളിക്കപ്പ് ആര് സ്വന്തമാക്കുമെന്നറിയാൻ പ്രാതസ്മരണീയമായ ഈ ദിനം നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതും വലിയൊരു സംസ്കാരവാഹിയായ കാലത്തെയാണ്. ാണ് കളിവള്ളങ്ങളാണ് ഇക്കുറി, അതായത് 63ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി രാവിലെ ചെറിയ വള്ളങ്ങളുടെ ഹിറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ജലരാജാക്കന്മാർ കൊമ്പ് കോർക്കുക. പുന്നമടയുടെ ഇരുകരകളും വള്ളംകളി പ്രേമികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ആലപ്പുഴ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ, സ്വദേശികളും വിദേശീയരുമായ ആളുകൾ പുന്നമടയുടെ തീരത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ചെറിയ യാനങ്ങളിലും ബോട്ടുകളിലും വഞ്ചിപ്പുരകളിലും ഒക്കെയായി ജനങ്ങൾ അങ്ങനെ പുന്നമടയുടെ വിരിമാറിൽ അങ്ങ് തമ്പടിച്ചിരിക്കുകയാണ്. നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്ന ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ കണ്ട് അതിൽ ആ ആവേശത്തിൽ ലയിക്കുവാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകളെ കൊണ്ട് കുട്ടനാടൻ കായലിന്റെ, പുന്നമടക്കായലിന്റെ ഇരുകരകളും അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇരുട്ടുകുത്തി ബി വിഭാഗത്തിൽപ്പെടുന്ന വള്ളങ്ങളുടെ മത്സരമാണ് ആദ്യം നടക്കുക. ശ്രീമുത്തപ്പൻ, സെന്റ് ആന്റണി, ഡാനിയേൽ, ജലറാണി എന്നീ ഇരുട്ടുകുത്തി ബി വിഭാഗം വള്ളങ്ങളാണ് ആദ്യ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് താണിയൻ, ഹനുമാൻ നമ്പർ 1, സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1, കുന്നത്തുപറമ്പൻ എന്നീ വള്ളങ്ങളിലും തമ്മിലുള്ള ഹീറ്റ്സ് മത്സരങ്ങളാണ് രണ്ടാമത് നടക്കുക. മൂന്നാമത് കുറുപ്പ് പറമ്പൻ, ഇരുട്ടുകുത്തി ബി വിഭാഗത്തിൽ കുറുപ്പ് പറമ്പൻ, ശ്രീ ഗുരുവായൂരപ്പൻ, സെന്റ് ജോസഫ്, ശരവണൻ, കാശിനാഥൻ എന്നീ വള്ളങ്ങൾ മത്സരിക്കും. വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ ആശാപുളിക്കക്കളം, കോട്ടപ്പറമ്പൻ, പുന്നത്ര വെങ്ങാഴി, പട്ടേരിപ്പുരക്കൽ എന്നീ വള്ളങ്ങളും. അടുത്ത മത്സരത്തിൽ വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ തന്നെ ഉദയം പറമ്പിൽ, ചെത്തിക്കാടൻ, മണലി, അമ്പലക്കടവൻ, വേണുഗോപാൽ എന്നീ വള്ളങ്ങളും. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രദർശന മത്സരവും ഈ രാവിലെ തന്നെയാണ് നടക്കുക. ആലപ്പാട് ചുണ്ടനും പൊടിക്കുന്ന് ചുണ്ടനും ശ്രീ വിനായകനും പ്രദർശന മത്സരത്തിൽ പങ്കെടുക്കും. തുടർന്ന് സെന്റ് ജോസഫും വടക്കേ ആറ്റുപുറവും ശ്രീ കാർത്തികേയനും പ്രദർശന മത്സരത്തിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളാണ്. ഉച്ച കഴിഞ്ഞാണ് ചുണ്ടൻ വള്ളങ്ങളുടെയും വെപ്പ് വള്ളങ്ങളുടെയും ഫൈനൽ മത്സരങ്ങൾ നടക്കുക.
മത്സര വള്ളംകളിയെ തങ്ങളുടെ ആവേശമാക്കി മാറ്റാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ പുന്നമടയുടെ ഇരുകരകളിലും തിങ്ങി നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ ഉച്ചയ്ക്ക് ശേഷമാണ് സായന്തനത്തിന്റെ ഒരു കാലമായിരുന്നെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നുവെങ്കിൽ പോലും ഇത്തവണ പ്രഭാതത്തിൽ അല്ലെങ്കിൽ നല്ല ഉച്ചയ്ക്കാണെങ്കിൽ പോലും ആളുകൾ വള്ളംകളിയുടെ ആവേശത്തെ അതിന്റെ 10 മടങ്ങ് രീതിയിൽ എത്തിക്കുന്നതിനായി പുന്നമടയുടെ ഇരുകരകളിലേക്കും അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മത്സര വള്ളംകളിക്കുള്ള വിരട്ടുകുത്തി ബി വിഭാഗത്തിലെ ഹീസ് നമ്പർ 1 ഒന്നാം മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു വള്ളങ്ങളും അങ്ങനെ അവരുടെ ആവേശത്തിമിർപ്പിൽ അവർ മത്സരിച്ച് ആയാസപ്പെട്ട് അവർ വെള്ളിക്കപ്പ് നേടിയെടുക്കാനുള്ള പരിശീലന തുഴച്ചിലും നടത്തുന്നുണ്ട്. ഏതായാലും ഏതാനും നിമിഷങ്ങൾക്കകം ചുണ്ടൻ വള്ളങ്ങളുടെ 63ാമത് നെഹ്റു ട്രോഫി മത്സര വള്ളംകളിയുടെ ഹീറ്റ്സ് നമ്പർ 1 വിഭാഗത്തിലെ ഇരുട്ടുകുത്തി ബി വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കും. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇത്തവണ സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലേക്ക് പിഴവുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കൈകൊണ്ട് പ്രവർത്തിക്കാവുന്ന സ്റ്റാർട്ടിംഗ് സംവിധാനമാണ് നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് സംവിധാനത്തിൽ ഇപ്രാവശ്യം പിഴവുകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ അതിന്റെ ആരംഭം കുറിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ചെറുവള്ളങ്ങൾ, അതായത് ശ്രീമുത്തപ്പനും സെന്റ് ആന്റണിയും ഡാനിയേലും ജലറാണിയും നിരന്നു കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാർട്ടിംഗ് സംവിധാനങ്ങളാണ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന. ഏതാനും നിമിഷങ്ങൾക്കകം ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുന്നു. അടുത്ത വിവരണത്തിനായി അഡ്വക്കേറ്റ് ജോസ് പി ജോർജിലേക്ക്. താങ്ക് യു മിസ്റ്റർ കുറിച്ചി രാജശേഖരൻ. പൂരങ്ങളുടെ പൂരമാണ് തൃശൂർ പൂരമെങ്കിൽ ജലപൂരങ്ങളുടെ പൂരമാണ് നെഹ്റു ട്രോഫി ജലമേള. കാലത്തെ സമയം ഇരുട്ടുകുത്തി ബി വിഭാഗത്തിലെയും വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിന്റെയും പ്രാരംഭ മത്സരങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത്തെ ഹീറ്റ്സിൽ ഇരുട്ടുകുത്തി ബി വിഭാഗത്തിൽ ശ്രീ മുത്തപ്പൻ, സെയിന്റ് ആന്റണി, ഡാനിയൽ, ജലറാണി എന്നീ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ബിനു തോമസ് നയിക്കുന്ന തിരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബാണ് ശ്രീ മുത്തപ്പന്റേത്. ലാൽ NV നയിക്കുന്ന യുവശക്തി സ്പോർട്സ് ബോട്ട് ക്ലബിന്റേതാണ് സെയിന്റ് ആന്റണി. ശശികല ബാബു നയിക്കുന്ന കുമ്മനം ബോട്ട് ക്ലബിന്റെ ഇതാണ് ഡാനിയൽ. ബിജു മോഹൻ M നയിക്കുന്ന ജയ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റേതാണ് ജലറാണി. 4 കളിവള്ളങ്ങൾ ഇരുട്ടുകുത്തി ബി വിഭാഗത്തിൽ മത്സരങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് അങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ആരംഭിക്കുന്നതാണ്. കാരിച്ചാലും പായിപ്പാടും ശ്രീഗണേശനും ചെമ്പക്കുളവുമെല്ലാം അണിയു മുതൽ അമരം വരെ അണിഞ്ഞൊരുങ്ങി ആവേശമായി എത്തുന്നത് ജലോത്സവ പ്രേമികളുടെ ഹൃദയങ്ങളിലേക്കാണ്. വരൂ ഓളപ്പരപ്പിലെ ആ ജലപൂരത്തിനായി നമുക്കിന്ന് ഒത്തുകൂടാം. ആർപ്പുവിളികളും ആരവങ്ങളുമായി ഒരിക്കൽ കൂടി ആ ജലമാമാങ്കത്തിന് നമുക്ക് സാക്ഷികളാകാം. പുന്നമടക്കായയിലെ ജലമേളയുടെ നേർക്കാഴ്ചകൾ ലോകമൊട്ടാകെ തത്സമയം എത്തിക്കുന്ന ദൂരദർശന്റെ കമന്ററി പ്രോഗ്രാം നെഹ്റു ട്രോഫിയുടെ അവിഭാജ്യ ഘടകമാണ്. കമന്റേറ്റർമാർ വള്ളംകളിയുടെ കാഴ്ചയും കഥകളും പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ ആവേശഭരിതരാക്കും. ഈ വള്ളംകളിയെ കളിയെ കൊഴുപ്പിക്കണമെങ്കിൽ ആവേശം വിതറുന്ന കളി പറച്ചിലും വേണം. പേരിൽ ഒരു കളിയുണ്ടെങ്കിലും വള്ളംകളി ഒരു മത്സരമാണ്, തുഴയുടെ കരുത്ത് പ്രകടമാക്കുന്ന മത്സരം. ചുണ്ടൻ ഇരുട്ടുകുത്തി ബി വിഭാഗത്തിന്റെ മത്സരങ്ങൾ ആരംഭിക്കുവാൻ ഇനി നിമിഷങ്ങൾ മാത്രമേയുള്ളൂ. ഒന്നാമത്തെ ട്രാക്കിൽ ശ്രീ മുത്തപ്പൻ, ബിനു തോമസ് നയിക്കുന്ന തിരുത്തിപ്പുറം ബോട്ട് ക്ലബിന്റെ ശ്രീ മുത്തപ്പൻ. വള്ളങ്ങൾ ഇരുട്ടുകുത്തി ബി വിഭാഗത്തിൽ മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ സമയം തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണം നൽകുന്നതിന് വേണ്ടി ഞാൻ ഹരികുമാർ വാലയത്തിന് മൈക്ക് നൽകുന്നു. നന്ദി അഡ്വക്കേറ്റ് ജോസ് പി ജോർജ്. പുന്നമടയ തീരങ്ങൾ ആവേശലഹരിയിലാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു ദിനം മുഴുവൻ മത്സരം. ഇന്നലെ രാവേറെ ഈ വള്ളങ്ങൾക്ക് കാവൽ നിന്ന സംഘാടകർ, വള്ള സംഘങ്ങൾ, ഉടമകൾ, ഇന്ന് അവരൊക്കെ 2 ദിവസം വള്ളങ്ങൾക്ക് വിശ്രമമായിരുന്നു. 20-30 ദിവസം വരെ നീണ്ടുനിന്ന പരിശീലനത്തിന് ശേഷമാണ് പുന്നമടയിലേക്ക് ജലനൗകകളുമായി അവർ മത്സരത്തിനെത്തിയിരിക്കുന്നത്. പുന്നമടയുടെ വിശാലമായ ഈ നെട്ടയത്തിൽ തന്നെ പരിശീലനം നടത്തിയ വള്ളങ്ങളുണ്ട്. കുട്ടനാടിന്റെ
ജലസ്രോതസ്സുകളായ പമ്പയും മണിമലയും അച്ചൻകോവിലും മീനച്ചിലുമുള്ള ആറുകൾ സംയോജിച്ച് അതിവിശാലമായ അതിബൃഹത്തായ ഒരു തണ്ണീർത്തടമാണ് വേമ്പനാട്ട് കായൽ. ഈ വേമ്പനാട്ട് കായലിന്റെ കൈവഴികളുടെ ഓരോ കരകളിലും കളിവള്ളങ്ങളുണ്ട്. അത് കുട്ടനാടിന്റെ ഒരു വികാരമാണ്. കുട്ടനാടൻ ജനത അക്കരെ ഇക്കരെ പോകുവാനാണെങ്കിലും മുൻകാലങ്ങളിൽ വിദൂര യാത്ര പോകുവാനാണെങ്കിലും ഒക്കെ ആശ്രയിച്ചിരുന്നത് ഓടങ്ങളെയായിരുന്നു. ആ കളി ഓടങ്ങളിൽ തന്നെയാണ് അവർ കളി മത്സരങ്ങൾ നടത്തിയിരുന്നത്. വിനോദത്തിനായാലും വിവാഹത്തിനായാലും വിലാപയാത്രയ്ക്കായാലും ഓടങ്ങൾ തന്നെ അവർ ആശ്രയിച്ചു. പ്രാദേശിക ഉത്സവങ്ങളോടൊപ്പം തന്നെ അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള ഓണം പോലെയുള്ള ഉത്സവങ്ങളോടൊപ്പം തന്നെ അവർ കളിവള്ളങ്ങളിൽ വിനോദവേളകൾ തീർത്തു. അങ്ങനെ കളിവള്ളങ്ങളിൽ കളിയോടങ്ങളായി മാറി. അങ്ങനെയുള്ള കളിയോടങ്ങൾ ചുരുളനും ഇരുട്ടുകുത്തിയും വെപ്പും ചുണ്ടനുമെല്ലാം 1952 പണ്ഡിറ്റ്ജി കുട്ടനാട് സന്ദർശിച്ചതിനോട് തുടർന്ന് ഈ കളിവള്ളങ്ങൾക്കെല്ലാം വളരെ ഉന്നതമായ വളരെ ശ്രദ്ധേയമായ ഒരു വിധാനം, ഒരു കളി വിധാനം പുന്നമടയിൽ രൂപം കൊള്ളുകയുണ്ടായി. 63ാമത് നെഹ്റു ട്രോഫി ജലമേളയോടനുബന്ധിച്ച് വളരെ യാദൃശികമായിട്ടാവാം 63 കളിവള്ളങ്ങൾ പങ്കെടുക്കുന്നു. പണ്ഡിറ്റ്ജിയുടെ 125ാം ജന്മവാർഷികം പ്രമാണിച്ച് ഇക്കുറി ആഘോഷങ്ങൾക്ക് തിളക്കമേറെയാണ്. പണ്ഡിറ്റ്ജിയോടുള്ള ആദരവിന്റെ ഭാഗമായി ബഹുമാനാർത്ഥമായി എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടത്തി വന്നിരുന്ന ജലമേള തിരക്കേറിയപ്പോൾ സായന്തനങ്ങളും പിന്നിട്ട് ഇരുട്ടിലേക്ക് വഴുതി വീഴുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പകൽ മുഴുവൻ ജലമേള കാണാൻ അസ്തമയത്തിന് ശേഷം വളരെ വിശ്രമിച്ച് വളരെ വിശ്വാസങ്ങളോടുകൂടി ഈ തീരങ്ങളെ വിട്ട് സുരക്ഷാ ക്രമീകരണങ്ങളോട് അനുബന്ധമായി പുന്നമടയാറിന്റെ തീരഭൂമിയാണ് മാന്യ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തീരത്തേക്ക് ഇളവെയിലിനെ വകവയ്ക്കാതെ പകലിലെ തിരക്കുകളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കുട്ടനാടൻ ജനതയും വിദൂര ദേശങ്ങളിൽ നിന്നുള്ളവർ പോലും ഈ ജലമാമാങ്കം കാണാൻ, ഈ ജലക്കേളിയിൽ പങ്കാളികളാകാൻ, ഇതിലെ ഓരോ നീർത്തുള്ളിയും തങ്ങളുടെ ദേഹത്തേക്ക് വീഴുമ്പോൾ കുളിരണിയാൻ കുട്ടനാടൻ ജനത ആവേശത്തോടുകൂടി കൈമൈ മറന്ന് ഭക്ഷണം പോലും ഒഴിവാക്കിക്കൊണ്ടാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 160ഓളം രാജ്യങ്ങളിൽ ഈ ദൃശ്യങ്ങൾ കാണുവാൻ ദൂരദർശൻ എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 5ഓളം ക്യാമറ പോയിന്റുകൾ, 50ഓളം സാങ്കേതിക വിദഗ്ധർ, ഇവിടെ നടക്കുന്ന കളിയുടെ, ഇവിടെ നടക്കുന്ന ആഘോഷങ്ങളുടെ, ഇവിടെ നടക്കുന്ന കാഴ്ചകളുടെ, ഇവിടെ നടക്കുന്ന ഉത്സവ പ്രതീതികളുടെ എല്ലാം നേർക്കാഴ്ചകൾ, അവയുടെ ശബ്ദങ്ങൾ, ദൃശ്യങ്ങളെല്ലാം മാന്യ പ്രേക്ഷകർക്ക് ലോകമൊട്ടാകെ എത്തിക്കുവാൻ വേണ്ടി, അനുഭവവേദ്യമാകുവാൻ വേണ്ടി ദൂരദർശന്റെ എല്ലാ സംവിധാനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് 1250ഓളം മീറ്റർ നീളമുള്ള 4 ട്രാക്കുകളായി ക്രമീകരിച്ചിരിക്കുന്ന ഈ പുന്നമടയാറിനെ, ഈ പമ്പാ നദിയുടെ നീർത്തട്ട് രൂപം കൊണ്ടിരിക്കുന്ന ഈ പുന്നമട കായലിനെ ഒന്നാകെ കാണിക്കുവാൻ വേണ്ടി ദൂരദർശന്റെ അതിനൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നടക്കുന്ന പ്രഥമപാദ മത്സരങ്ങളിൽ ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വിഭാഗത്തിലെ 4 വള്ളങ്ങളാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ മുത്തപ്പൻ, സെന്റ് ആന്റണി, ഡാനിയൽ, ജലറാണി. ഇരുട്ടുകുത്തി വള്ളങ്ങളെ പറ്റി മുൻപ് സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ശ്രീ ജോസഫ് തായങ്കരി സൂചിപ്പിക്കുകയുണ്ടായി. യുദ്ധകാലങ്ങളിൽ പണ്ട് നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള ചെറിയ ചേരിപ്പോരുകളിലൊക്കെ തന്നെ യുദ്ധം നയിക്കുമ്പോൾ കരപ്പുറത്തുള്ള യുദ്ധത്തെക്കാളും വളരെ കാര്യക്ഷമമായി, വളരെ സചേതനമായി യോദ്ധാക്കൾ പങ്കെടുത്തുകൊണ്ടിരുന്നത് ഇരുട്ടുകുത്തി വള്ളങ്ങളിൽ കൂടിയായിരുന്നു. ഇരുവശത്തും മലയാളത്തിലെ ല എന്ന അക്ഷരത്തോട് സാമ്യം പുലർത്തുന്ന
അണിയമുള്ള അല്ലെങ്കിൽ അമരമുള്ള അല്ലെങ്കിൽ പിൻഭാഗങ്ങളുള്ള ഇരുട്ടുകുത്തി വള്ളങ്ങൾ മുന്നോട്ടും പിന്നോട്ടും തുഴഞ്ഞ് അതിവേഗത്തിൽ രാത്രിയും പകലുമെന്നില്ലാതെ ഇടത്തോട്ടും വലത്തോട്ടും ചരിഞ്ഞ് യുദ്ധം നയിക്കുവാൻ യോദ്ധാക്കൾക്ക് വഴിയൊരുക്കി കൊടുത്തിരുന്ന വള്ളങ്ങളാണ്. ഈ വള്ളങ്ങളിലാണ് ചുണ്ടൻ വള്ളങ്ങൾക്കൊപ്പം തന്നെ യുദ്ധങ്ങളിൽ യോദ്ധാക്കൾ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മത്സര സ്വഭാവം വന്നപ്പോൾ ഏതാണ്ട് എ ഗ്രേഡ് വിഭാഗത്തിൽ 40ഓളം തുഴച്ചിൽക്കാരും 3ഓളം നിലയാളുകളും ചേർന്ന് പഞ്ചായത്തിന്റെ ഒരു നിയന്ത്രണത്തോടുകൂടി ഇരുട്ടുകുത്തികൾ കുതിച്ചു പാഞ്ഞു വരികയാണ്. ഈ വർഷത്തെ മത്സരം നെഹ്റു ട്രോഫി 63ാമത് ജലമേളയുടെ ആദ്യത്തെ ഇരുട്ടുകുത്തി ബി ഗ്രേഡ് ഹീറ്റ്സ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ട്രാക്കിലൂടെ ശ്രീ മുത്തപ്പൻ, രണ്ടാമത്തെ ട്രാക്കിൽ സെന്റ് ആന്റണി, മൂന്നാമത്തെ ട്രാക്കിൽ ഡാനിയൽ, നാലാമത്തെ ട്രാക്കിൽ ജലറാണി. ശ്രീ മുത്തപ്പൻ തുരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ് എറണാകുളത്ത് നിന്ന്, അങ്ങനെ അന്യ ജില്ലകളിൽ നിന്ന് പോലും, എറണാകുളത്ത് നിന്നും ആലപ്പുഴയുടെ ഇതര ജില്ലകളായ കോട്ടയത്ത് നിന്നും ഒക്കെ തന്നെ ഈ മത്സരത്തിലേക്ക് പങ്കുചേരുവാൻ വേണ്ടി കായിക താരങ്ങൾ, സംഘങ്ങൾ അവരുടെ ബോട്ട് സൊസൈറ്റികളുടെ അല്ലെങ്കിൽ ബോട്ട് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടുള്ള 1, 2, 3, 4 ക്രമീകരിച്ചിരിക്കുന്ന ട്രാക്കിലൂടെ 47 നമ്പർ വള്ളം ശ്രീ മുത്തപ്പൻ, 45 സെന്റ് ആന്റണി, 51 ഡാനിയൽ, 44 ജലറാണി, ഈ 4 ഇരുട്ടുകുത്തി വള്ളങ്ങൾ ബി ഗ്രേഡ് വിഭാഗം വള്ളങ്ങൾ കുതിച്ചു മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യപാദ മത്സരങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വിഭാഗങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ശ്രീ മുത്തപ്പൻ തുരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ് ബിനു തോമസ് നയിക്കുന്നു. സെന്റ് ആന്റണി യുവശക്തി സ്പോർട്സ് ക്ലബ്ബ് ലാൽ NV പെരിങ്ങാട്ടുകര നയിക്കുന്നു. ഡാനിയൽ കുമ്മനം ബോട്ട് ക്ലബ്ബ്, കോട്ടയത്തുള്ള കുമ്മനം ബോട്ട് ക്ലബ്ബ് ശശികല ബാബു ക്യാപ്റ്റനായി നയിക്കുന്നു. ജലറാണി ജയ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ബിജുമോൻ അമ്പലപ്പുഴ ഇവർ നയിക്കുന്നത്. ഈ 4 ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വിഭാഗം വള്ളങ്ങളും മുന്നോട്ട് കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പകുതിയോളം ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇളവെയിലിലൂടെ നയമ്പിൻ തുമ്പിലൂടെ ജലക്കണങ്ങൾ കുത്തിയെറിഞ്ഞുകൊണ്ട് പണ്ടത്തെ കായംകുളം രാജാവിന്റെയും ചെമ്പകശ്ശേരി രാജാവിന്റെയും ഒക്കെ വള്ളപ്പടയിലെ താരങ്ങൾ, ഹീറോകൾ അങ്ങനെ കുതിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മത്സരത്തിന് വള്ളം ഏതായാലും ആവേശം ഒന്നു തന്നെയാണ്. ചുണ്ടനിലായാലും ചുരുളനിലായാലും ഇരുട്ടുകുത്തിയിലായാലും വെപ്പിലായാലും കുട്ടനാടൻ ജനതയ്ക്ക് ഒരേ വികാരമാണ്, മുന്നിലെത്തണം. ആദ്യകാലങ്ങളിൽ വിനോദത്തിനായി ഉപയോഗിച്ചിരുന്ന വള്ളങ്ങളിൽ ഇന്ന് മത്സരത്തിന്റെ സ്വഭാവം കൈവരിച്ചപ്പോൾ ആവേശമായി മുന്നിലെത്തുക, അതാണൊരു വികാരം. തങ്ങളുടെ കരയുടെ ഖ്യാതി പുറത്ത് എത്തിച്ചേർക്കുക, അതാണൊരു വികാരം. തങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ക്ലബ്ബുകൾക്ക് അവരുടെ കീർത്തി നിലനിർത്തുക, അതാണ് വികാരം. 3 വള്ളങ്ങൾ ഒരുപോലെ മുന്നിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു. വളരെ ആവേശകരമായ ഒരു ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന ശ്രീ മുത്തപ്പന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വളരെ വ്യക്തമായ ലീഡ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഒന്നാമത്തെ ട്രാക്കിൽ 47 നമ്പർ വള്ളമാണ് വ്യക്തമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന അതാണ്. രണ്ടാമത്തെ ട്രാക്കിലൂടെ വരുന്ന സെന്റ് ആന്റണി ഇപ്പോൾ പടിഞ്ഞാറേ അറ്റം 51 നമ്പർ ഡാനിയൽ വള്ളവും വ്യക്തമായ ഒരു നീക്കത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ഏതാണ്ട് കാണുന്നത് പോലെ തന്നെ 1 മുതൽ 2, 3 ട്രാക്കുകളിലൂടെ തന്നെയാണ് മുന്നേറ്റം. ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന ബിനു തോമസ് നയിക്കുന്ന ശ്രീ മുത്തപ്പൻ വള്ളം വ്യക്തമായ ലീഡ് കൈവരിക്കുന്നതായി തോന്നുന്നു. ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന വള്ളം തന്നെയാണ് മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ മുത്തപ്പൻ ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന 47 നമ്പർ വള്ളം ശ്രീ മുത്തപ്പൻ തന്നെ വ്യക്തമായ ലീഡ്. അതോടൊപ്പം തന്നെ ഡാനിയൽ വള്ളം 51 നമ്പർ വള്ളം കുതിച്ചു കയറുകയാണ്. വള്ളപ്പാടുകൾക്ക് മുമ്പിലേക്ക് പെട്ടെന്ന് കടന്നു വരാനുള്ള ഒരു ത്വര അവരുടെ ഭാഗത്ത് നിന്ന് പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. പടിഞ്ഞാറേ അറ്റത്തുകൂടി വരുന്ന ഇപ്പോൾ 3ാമത്തെ ട്രാക്കിലൂടെ വരുന്ന 51 നമ്പർ വള്ളം ശശികല ബാബു ക്യാപ്റ്റനായുള്ള കുമ്മനം ബോട്ട് ക്ലബ്ബ്, കോട്ടയത്ത് നിന്ന് വന്നവരാണ്. കുമരകം ആറ്റിൽ പരിശീലിച്ചവരാണ്. വെള്ളവുമായി വളരെ പരിചയസമ്പന്നമായ ഒരു വിഭാഗം തൊഴിൽക്കാരാണ് കുമരകത്തുനിന്നും കോട്ടയത്തുനിന്നും എത്തിയിരിക്കുന്ന കുമ്മനം ഭാഗവും ജലസമ്പത്ത് കൊണ്ട് കേളികൾക്ക് കോട്ടയത്തെ നാടുതങ്ങാടി ജലോത്സവങ്ങളിലും മറ്റൊക്കെ പങ്കെടുത്ത് വളരെ പരിചയസമ്പന്നരായ വള്ളങ്ങൾ തന്നെയാണ് ഈ ഡാനിയൽ വള്ളത്തിൽ കുമ്മനം ബോട്ട് ക്ലബ്ബ് വന്നുകൊണ്ടിരിക്കുന്നത്. 47 നമ്പർ വള്ളം ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന ശ്രീ മുത്തപ്പൻ ഇപ്പോൾ വ്യക്തമായ ലീഡ് കൈവരിക്കുന്നു എന്ന് തന്നെ പറയാം. ശ്രീ മുത്തപ്പനാണ് വളരെ മുൻപിലേക്ക് കയറിയിരിക്കുന്നത്. വെള്ള ജേഴ്സി അണിഞ്ഞ ചുണക്കുടന്മാർ. ഒന്നാമത്തെ ട്രാക്കിലൂടെ ബിനു തോമസ് ക്യാപ്റ്റനായുള്ള തുരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ് എറണാകുളത്ത് നിന്ന് അയൽ ജില്ലകളിൽ നിന്നൊക്കെ വന്നവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എറണാകുളത്ത് നിന്ന് വന്ന തുരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ് എറണാകുളത്ത് ബിനു തോമസ് നയിക്കുന്ന ശ്രീ മുത്തപ്പൻ 47 നമ്പർ വള്ളമാണ് വ്യക്തമായ ഒരു ലീഡ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു.
47 നമ്പർ വള്ളം തന്നെയാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടു പിന്നാലെ 45 നമ്പർ സെന്റ് ആന്റണി, 51 നമ്പർ ഡാനിയൽ. ഈ 3 വള്ളങ്ങൾ 1, 2, 3 ക്രമങ്ങളിൽ തന്നെ 1, 2, 3 ട്രാക്കുകളിൽ കൂടെ 1, 2, 4 ട്രാക്കുകളിൽ കൂടെ വ്യക്തമായ ഒരു വേർതിരിവ് 1, 2, 3 സ്ഥാനങ്ങളിൽ കൂടെ തന്നെ. 3ാമത്തെ ട്രാക്കിൽ ഡാനിയൽ വള്ളം എത്തിയില്ല. 4ാമത്തെ ട്രാക്കിൽ ജലറാണിയാണ്. ഇപ്പോൾ 1ാമത്തെ ട്രാക്കിലൂടെ പോകുന്ന ശ്രീ മുത്തപ്പൻ, 2ാമത്തെ ട്രാക്കിലൂടെ പോകുന്ന സെന്റ് ആന്റണി, 3ാമത്തെ ട്രാക്കിലൂടെ പോകുന്ന ഡാനിയൽ. ഈ 3 വള്ളങ്ങളാണ് ഫിനിഷിംഗ് പോയിന്റിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നത് ശ്രീ മുത്തപ്പൻ വള്ളം തന്നെയാണോ തന്നെയാണ് ശ്രീ മുത്തപ്പൻ വള്ളം. 47 വള്ളം 1ാമത്തെ ട്രാക്കിലൂടെ പോകുന്ന വിനോദ് തോമസ് നയിച്ച തുരുത്തിപ്പുറം ബോട്ട് ക്ലബിന്റെ ശ്രീ മുത്തപ്പൻ തന്നെയാണ്. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വിഭാഗത്തിൽ പ്രഥമ മത്സരത്തിൽ വിജയികളാകാൻ ഒരു ഫോട്ടോ ഫിനിഷിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. പ്രേക്ഷകരുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ആ മത്സരത്തിന്റെ ആവേശം കാണുവാൻ വേണ്ടി ഒരു സ്ലോ മോഷൻ ഒരു റീപ്ലേ കാണുകയാണ്. 1ാം ട്രാക്കിലൂടെ 47 നമ്പർ ശ്രീമുത്തപ്പൻ, 2ാം ട്രാക്കിലൂടെ സെന്റ് ആന്റണി, 3ാം ട്രാക്കിലൂടെ വന്ന ഡാനിയൽ. ഈ ക്രമത്തിലാണ് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വിഭാഗങ്ങളുടെ മത്സരം. 4 കളിവള്ളങ്ങൾ താണിയൻ, ഹനുമാൻ നമ്പർ 1, സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1, കുന്നത്ത് നമ്പർ. തുടർന്നുള്ള ആവേശകരമായ ഈ നേർക്കാഴ്ചകളുടെ ശബ്ദവിസ്മയം നിങ്ങളിലേക്ക് പകരുന്നത് ജോ ജോസഫ് തായങ്കരി. നന്ദി ശ്രീ അരികുമാർ വാര്യത്ത്. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ബി ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ആദ്യപാദ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 4 കളിവള്ളങ്ങളാണ് ഈ ഇനത്തിൽ 2ാമത്തെ ഹീസിൽ മത്സരിക്കുന്നത്. താനിയൻ, ഹനുമാൻ നമ്പർ 1, സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1, കുന്നത്ത് പുറമെ എന്നിങ്ങനെ 4 ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങൾ. ആദ്യപാദ മത്സരത്തിൽ 3 കളിവള്ളങ്ങളായിരുന്നു പങ്കെടുത്തത്. അതിൽ ശ്രീമുത്തപ്പൻ തുരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ് തുരുത്തിപ്പുറം വിനു തോമസ് നയിച്ച ശ്രീമുത്തപ്പൻ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2ാമതെത്തിയത് സെന്റ് ആന്റണി വള്ളമാണ്. യുവശക്തി ബോട്ട് ക്ലബ്ബ് ലാൽ എം പി ആയിരുന്നു അതിന്റെ ക്യാപ്റ്റൻ. 3ാം സ്ഥാനത്തെത്തിയത് ദാനിയൽ വള്ളമാണ്. കുമ്മനം ബോട്ട് ക്ലബ്ബ് ശശികല ബാബുവിന്റെ നേതൃത്വത്തിൽ അവർ 3ാം സ്ഥാനത്തെത്തി. അങ്ങനെ എറണാകുളവും ആലപ്പുഴയും അതുപോലെ കോട്ടയം ഒക്കെ തമ്മിൽ മത്സരിച്ചപ്പോൾ ശ്രീമുത്തപ്പനാണ് ഈ 63ാമത്തെ ജലോത്സവത്തിൽ, നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആദ്യം നടന്ന മത്സരത്തിൽ ആദ്യത്തെ വിജയിയായി എത്തിയത്. ഇപ്പോൾ 2ാമത്തെ ഹീസിൽ മത്സരിക്കുന്നത് 4 കളിവള്ളങ്ങൾ. 1ാമത്തെ ട്രാക്കിൽ താനിയൻ വള്ളം. കിഴങ്ങറ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന താനിയൻ 1ാമത്തെ ട്രാക്കിലൂടെ കടന്നുവരും. 2ാമത്തെ ട്രാക്കിൽ ഹനുമാൻ നമ്പർ 1 അനുഗ്രഹ ബോട്ട് ക്ലബ്ബ് പനങ്ങാടാണ് ഹനുമാൻ വള്ളവുമായി എത്തിയിരിക്കുന്നത്. മഞ്ജുദാസ് ആണ് അതിന്റെ ക്യാപ്റ്റൻ. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 3ാമത്തെ ട്രാക്കിലൂടെയാണ് കടന്നു വരേണ്ടത്. ലയൺസ് ബോട്ട് ക്ലബ്ബ് പനങ്ങാടാണ് അതിൽ തുഴയുന്നത്. ആർ മുകേഷ് അതിന്റെ ക്യാപ്റ്റൻ. കളിവള്ളങ്ങളെല്ലാം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. 4 കളിവള്ളങ്ങൾ, 4 ഇരുട്ടുകുത്തി ബി ഗ്രേഡ് കളിവള്ളങ്ങൾ. 1ാമത്തെ ട്രാക്കിൽ താനിയൻ, 2ാമത്തെ ട്രാക്കിൽ ഹനുമാൻ നമ്പർ 1, 3ാമത്തെ ട്രാക്കിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1, 4ാമത്തെ ട്രാക്കിൽ കുന്നത്തുപറമ്പൻ വള്ളത്തിൽ മത്സരിക്കുന്നത് ജൂനിയർ ബോട്ട് ക്ലബ്ബ് കുമരാങ്കാരാണ്. ദീപു എബ്രാഹമാണ് അതിന്റെ ക്യാപ്റ്റൻ. പ്രായേണ തുല്യ ശക്തികളായ 4 കളിവള്ളങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ കവർച്ചക്കാരുടെയും കായൽ കൊള്ളക്കാരുടെയും ഒക്കെ പഴയ ജലവാഹനം. ഇപ്പോൾ കാലം ചെന്നപ്പോൾ രൂപത്തിലൊന്നും വലിയ മാറ്റം സംഭവിക്കാതെ അവർ കളിവള്ളങ്ങളുടെ രൂപത്തിൽ ഇപ്പോൾ വള്ളംകളി സ്ഥലങ്ങളിൽ മത്സരിക്കുകയാണ്. താനിയനും ഹനുമാൻ നമ്പർ 1ഉം സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1ഉം കുന്നത്തുപറമ്പനും മത്സരിക്കുന്നു. 4 കളിവള്ളങ്ങൾ ഒന്നിച്ചൊരേ രീതിയിൽ മത്സരിച്ചു വരുന്ന കാഴ്ച. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരേ ശക്തിയാണ് ഈ കളിവള്ളങ്ങൾക്കെല്ലാം. ഒരേ രീതിയിലുള്ള കളിവള്ളങ്ങൾ, ഒരേ കാറ്റഗറിയിലുള്ള കളിവള്ളങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ മത്സരത്തിന്റെ സ്വഭാവവും ഒരേ രീതിയിലുള്ളതായിരിക്കും. ഒരു വള്ളം പോലും അങ്ങ് മറ്റു വള്ളത്തെ കവച്ചു വെച്ച് മുന്നോട്ട് വരുവാൻ സാധാരണ സാധ്യമല്ല. എല്ലാം ഒരേ രീതിയിലുള്ള ക്ലബ്ബുകളും ഒരേ രീതിയിലുള്ള കളിവള്ളങ്ങളും. 35 തൊഴിൽക്കാരിൽ കുറച്ച് തൊഴിൽക്കാരാണ് ബി ഗ്രേഡ് കളിവള്ളങ്ങളിൽ, ഇരുട്ടുകുത്തി ബി ഗ്രേഡ് കളിവള്ളങ്ങളിൽ മത്സരിക്കുന്നത്. കിഴങ്ങറ ബോട്ട് ക്ലബ്ബ് നമുക്കറിയാം ചങ്ങനാശ്ശേരിക്കടുത്തുള്ള
ആലപ്പുഴ ജില്ലയുടെ ഏകദേശം കിഴക്കേ അതിർത്തിയായിട്ടുള്ള ആ പ്രദേശത്ത് നിൽക്കുന്ന കിടങ്ങറ, ആലപ്പുഴ ജില്ലയിലെ റോഡിന്റെ ആ പ്രാന്തപ്രദേശത്തുള്ള കിടങ്ങറ ഗ്രാമം, അവിടെ നിന്ന് നടത്തുന്ന ഡാനിയൽ വള്ളം, അതുപോലെ ഹനുമാൻ നമ്പർ 1 വള്ളവുമായി എത്തിയിരിക്കുന്നത് അനുഗ്രഹ പനങ്ങാട് കൊച്ചിക്കാരാണ്, പനങ്ങാടുകാരാണ് ആ വള്ളത്തിൽ മത്സരിക്കുന്നത്. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 വള്ളത്തിൽ മത്സരിക്കുന്നതും കൊച്ചിക്കാർ തന്നെയാണ്. ചെപ്പരം ബോട്ട് ക്ലബ്ബ്, ലയൺസ് ബോട്ട് ക്ലബ്ബ് ചെപ്പരങ്കാർ, പനങ്ങാടുകാർ തന്നെ അതിൽ മത്സരിക്കുന്നു. എന്നാൽ കുന്നത്തുപുറമൻ വള്ളത്തിൽ മത്സരിക്കുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള കുമരകംകാര് ജൂനിയർ ബോട്ട് ക്ലബ്ബ് കുമരകം, ദീപു എബ്രഹാമിന്റെ നേതൃത്വത്തിൽ അവര് തുഴഞ്ഞു വരികയാണ്. 4 വള്ളങ്ങളും ഒരേ രീതിയിലാണ് എന്ന് നമുക്ക് പറയാൻ ഇപ്പോൾ കഴിയില്ല. കാരണം ഒന്നാമത്തെ ട്രാക്കിലുള്ള വള്ളം താനിയൻ അല്പം പിന്നിലായി പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ട്രാക്കിലുള്ള മത്സരമാണ്, ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായും പറയേണ്ടിയിരിക്കുന്നത്. എങ്കിലും മൂന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന കളിവള്ളം, മൂന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 കളിവള്ളമാണ് ഇപ്പോൾ അല്പം ലീഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ അവര് നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള 4 കളിവള്ളങ്ങളാണ്. കഴിഞ്ഞ വർഷം നടന്ന ഈ പുന്നമടക്കായിൽ തന്നെ നടന്ന നെഹ്റു ട്രോഫി ജലമേളയിൽ ഒരുമ ബോട്ട് ക്ലബ്ബുകാര്, മാടപ്ലാത്തുകാര് തുഴഞ്ഞ് ഈ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 വള്ളത്തിൽ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. പക്ഷേ വള്ളത്തിൽ കഴിഞ്ഞ വർഷം തുഴഞ്ഞ അവർക്ക് ഫൈനലിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. മറ്റ് വള്ളവും താനിയൽ വള്ളവും കഴിഞ്ഞ വർഷം ഫൈനലിൽ പ്രവേശിച്ച വള്ളമാണ്. 4 വള്ളങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരേ രീതിയിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒന്നാമത്തെ ട്രാക്കിലുള്ള താനിയൽ അമ്പയെ പിന്തള്ളപ്പെട്ട് പോയിരിക്കുകയാണ്. കിടങ്ങറ ബോട്ടപ്പിന്റെ താനിയൽ വള്ളം വാശിയേറിയ പോരാട്ടമല്ല ഈ വള്ളംകളി മത്സരത്തിൽ നടക്കുന്നത്. ഒരുപക്ഷെ രാവിലെ ആക്കിയതുകൊണ്ട് അല്പം സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വിരസത ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ വാശിയേറിയ ചുണ്ടൻവള്ളങ്ങളിലെ പോരാട്ടം നടക്കുമ്പോൾ വളരെ വിരസമായ ചെറിയ കളിവള്ളങ്ങൾ വള്ളപ്പാടികൾക്ക് മുൻപിലും പിന്നിലുമായി വരുമ്പോൾ തീർച്ചയായും വള്ളങ്ങളിൽ നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ്. എങ്കിൽ പോലും ഈ കളിവള്ളങ്ങൾ അവരുടേതായ രീതിയിൽ മുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹനുമാൻ നമ്പർ 1 സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 കുന്നത്തുപുറം തമ്മിലുള്ള മത്സരമാണ്, പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലക്കാരാണ് ഈ ഇനത്തിൽ എപ്പോഴും എല്ലാ വർഷവും മുന്നിട്ടുള്ളത്. കാരണം പനങ്ങാട് ഭാഗത്തുള്ള കായലിനോട് ചേർന്ന് കിടക്കുന്ന എറണാകുളം ജില്ലക്കാരാണ് ഈ ആ കളിവള്ളങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഒരു വള്ളം ഒന്നാമത്തെ ട്രാക്കിലൂടെ വന്ന വള്ളമാണ് അല്പം മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും ട്രാക്കിലൂടെയുള്ള കളിവള്ളം ഹനുമാൻ നമ്പർ 1 സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 അല്ല, ഹനുമാൻ നമ്പർ 1 ആണ് ഇപ്പോൾ അല്പം ലീഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് എന്ന് കരുതിയിരിക്കുന്നു. വളരെ ശക്തമായ ഒരു പോരാട്ടത്തിലൂടെ സെന്റ് സെബാസ്റ്റ്യനെ പിന്തള്ളിക്കൊണ്ട് ഹനുമാൻ ആണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഹനുമാൻ നമ്പർ 1 വള്ളം ഇപ്പോൾ ഇരുട്ടുകുത്തി ഭീകര വള്ളങ്ങളുടെ ആദ്യ മത്സരത്തിൽ രണ്ടാമത്തെ ഗീസിൽ 1ാം സ്ഥാനത്തേക്ക് ഹനുമാൻ നമ്പർ 1 സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 കടന്നുവരികയാണ്. വളരെ വാശിയേറിയ പോരാട്ടം. 2 പങ്കാളിക്കാരും അവരുടെ അടനായമ്പുകൾ കുത്തിയെറിഞ്ഞുകൊണ്ട് വള്ളത്തിന്റെ ആവേശം കൂട്ടുവാൻ വേണ്ടി മത്സരിക്കുകയാണ്. വളരെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഹനുമാൻ നമ്പർ 1 സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 തമ്മിലുള്ള മത്സരത്തിൽ ഇപ്പോഴും ഹനുമാൻ നമ്പർ 1 രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ഹനുമാൻ നമ്പർ 1 തന്നെ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെന്റ് സെബാസ്റ്റ്യനെ പിന്തള്ളിക്കൊണ്ട് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ രണ്ടാമത്തെ ഗീസിൽ ഹനുമാൻ നമ്പർ 1 ഒന്നാമതെത്തുന്നു. സെന്റ് സെബാസ്റ്റ്യന് 2ാം സ്ഥാനം. തീർച്ചയായും ആദ്യം അല്പം നിരസതയൊക്കെ അനുഭവപ്പെട്ടെങ്കിലും വളരെ വാശിയേറിയ പോരാട്ടമായിരുന്നു ഈ 2 കളിവള്ളങ്ങൾ. ഇപ്പോൾ ഫൈനലിനോട് അടുത്തപ്പോൾ, ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തപ്പോൾ കാഴ്ചവെച്ചത് ഹനുമാൻ നമ്പർ 1 ഒന്നാമതെത്തുന്നതിന്റെ റീപ്ലേ കാണാം. ഹനുമാൻ നമ്പർ 1 ഒന്നാമത്, 2ാം സ്ഥാനത്ത് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1. മത്സരങ്ങളുടെ ക്രമീകരണം മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1ാം ട്രാക്കിൽ കെ ഗോപകുമാർ നയിക്കുന്ന തായഗിരി ബോട്ട് ക്ലബിന്റെ കുറുപ്പുപറമ്പൻ 1ാം ട്രാക്കിൽ, ഉണ്ണികൃഷ്ണൻ കൂട്ടുകത്തറ നയിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ കൊച്ചിൻ CBSEയുടെ ശ്രീ ഗുരുവായൂരപ്പൻ 2ാം ട്രാക്കിൽ, റാഫേൽ BA നയിക്കുന്ന സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബിന്റെ സെന്റ് ജോസഫ് ഇരുട്ടുകുത്തി വള്ളം 3ാം ട്രാക്കിൽ,
ശരവണനാണ് നാലാമത്തെ ട്രാക്കിൽ. പിറവി ബോട്ട് റേസ് ക്ലബ്ബാണ് ഇതിന്റെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. MAR ചന്ദ്രശേഖരൻ ഈ വള്ളം നയിക്കുന്നു. ശ്രീകുട്ടൻ നയിക്കുന്ന അതിമഹാകാളൻ ബോട്ട് ക്ലബിന്റെ കാശിനാഥനാണ് അഞ്ചാമത്തെ ട്രാക്കിൽ. വളരെ ആവേശകരമായ ഒരു മത്സരമാണ്. മത്സരത്തിന്റെ ചൂട് ശരിക്കും ഇപ്പോഴാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നത്. രാവിലത്തെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ അത് മാറിയിരിക്കുകയാണ്. വളരെ ആവേശത്തിമിർപ്പിലാണ് ഇപ്പോൾ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ വള്ളംകളി പ്രേമികളുടെയും ഹൃദയം, അവരുടെ ഹൃദയം മന്ത്രങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ ആവേശത്തോടെ അങ്ങനെ ഇരുട്ടുകുത്തി ബി വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങൾ കുറുപ്പുറമൻ, ഒന്നാം ട്രാക്കിലെ കുറുപ്പുറമൻ, രണ്ടാം ട്രാക്കിലെ ശ്രീ ഗുരുവായൂരപ്പൻ, മൂന്നാം ട്രാക്കിലെ സെന്റ് ജോസഫ്, നാലാം ട്രാക്കിലെ ശരവണൻ എന്നീ വള്ളങ്ങളാണ് ഇഞ്ചോടിച്ച് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ട്രാക്കിലെ ശ്രീ ഗുരുവായൂരപ്പനാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ മത്സരിച്ച് വിജയം കണ്ടെത്തിയ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇപ്പോൾ മുന്നിട്ടുകൊണ്ടിരിക്കുന്നത്. 3 തവണ നെഹ്റു ട്രോഫിയിൽ മത്സരിച്ച ചരിത്രവും ശ്രീ ഗുരുവായൂരപ്പനുണ്ട്. ഇപ്പോൾ സെന്റ് ജോസഫാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മൂന്നാമത് ട്രാക്കിലെ 63-ാം നമ്പർ വള്ളമായ സെന്റ് ജോസഫ്, സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ്ബ് കൊച്ചിയുടെ സെന്റ് ജോസഫ് വള്ളമാണ് ഇപ്പോൾ. ആ ശരവണന്റെ കുതിപ്പാണ്. ശരവണൻ തന്നെ കുതിച്ചു പായുകയാണ്. ശരവണൻ ഇഞ്ചോടിഞ്ച് അതെ ശരവണൻ തന്നെ മുന്നോട്ട് നിൽക്കുന്നു. പിറവി ബോട്ട് ക്ലബിന്റെ മഞ്ഞനക്കാട് ഞാറുകൾ അവർ കൊച്ചിക്കാരാണ്. കൊച്ചിക്കാരുടെ ശരവണൻ വള്ളം 48-ാം നമ്പർ വള്ളം, 48-ാം വള്ളം മത്സരിക്കുന്നത് ശരവണൻ സെന്റ് ജോസഫിന്റെ കടന്നുകയറ്റമാണ് ഇപ്പോൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതും കൊച്ചിക്കാരുടെ വള്ളമാണ്. സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ്ബ് കണ്ണമാടി കൊച്ചി അവരാണ് നയിക്കുന്ന സെന്റ് ജോസഫ് വള്ളം 63-ാം നമ്പർ വള്ളം മൂന്നാം ട്രാക്കിലൂടെ തൊഴിലെത്തി അത് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ ശരവണൻ. പിറവി ബോട്ട് ക്ലബിന്റെ 2 കൊച്ചിക്കാർ അങ്ങനെ 1, 2 സ്ഥാനങ്ങൾ നേടിയിരിക്കുകയാണ്. 1-ാം സ്ഥാനത്ത് സെന്റ് ജോസഫ്, 2-ാം സ്ഥാനത്ത് ശരവണൻ. അങ്ങനെ ആവേശകരമായ ഒരു മത്സരത്തിന്റെ ഇരട്ടക്കുത്തി വിഭാഗത്തിന്റെ മത്സരം സമാപിച്ചിരിക്കുന്നു. അടുത്ത മത്സരം അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരംഭിക്കുകയാണ്. ആശാവിളിക്കളം വെപ്പ് വളരെ ഇരട്ടക്കുത്തി വിഭാഗത്തിന്റെ മത്സരങ്ങൾ പ്രാഥമിക മത്സരങ്ങൾ അവസാനിച്ചു. ഇനി വെപ്പ് എ വിഭാഗത്തിന്റെ പ്രാഥമിക മത്സരമാണ് ആരംഭിക്കുന്നത്. ആശാപുളിക്കളം, കോട്ടപ്പറമ്പൻ, കുന്നത്തറവങ്ങാഴി, പട്ടേരിപുരക്കൽ എന്നീ പ്രസിദ്ധമായ 4 എഫ് വള്ളങ്ങളാണ് ആദ്യപാദ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതിനുള്ള ഒരുക്കലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. ചെന്നൈയിലെ ആശാപുളിക്കളം ഒന്നാമത്തെ ട്രാക്കിൽ, ചോദന വീതിയോട് നയിക്കുന്ന കോട്ടപ്പറമ്പൻ രണ്ടാമത്തെ ട്രാക്കിൽ, മൂന്നാം ട്രാക്കിൽ കുന്നത്തറവങ്ങാഴി നാലാം ട്രാക്കിലും മത്സരത്തിൽ പങ്കെടുത്തു. വള്ളങ്ങളുടെ പ്രാഥമിക മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. 4 വള്ളങ്ങൾ. 1-ാം ട്രാക്കിൽ ആശാപുളിക്കളം, 2-ാം ട്രാക്കിൽ കോട്ടപ്പറമ്പൻ, 3-ാം ട്രാക്കിൽ കുന്നത്തറവങ്ങാഴി, 4-ാം ട്രാക്കിൽ പട്ടേരിപുരക്കൽ. നമുക്ക് നമുക്കറിയാൻ സൂചിപ്പിച്ചതുപോലെ ചുണ്ടൻ വള്ളങ്ങൾക്ക് സൈനികർക്ക് സഹായിക്കാനായി ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വള്ളങ്ങളാണ് വെപ്പ് വള്ളം. ആഹാരം വെക്കുന്ന വള്ളത്തെയാണ് വെപ്പ് വള്ളം വിളിച്ചുകൊണ്ടിരുന്നത്. രാജവാഴ്ചയെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അനാഥമായ ഈ വള്ളങ്ങൾ കുട്ടനാട്ടുകാർ തങ്ങളുടെ മത്സര വള്ളങ്ങളിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ വിഭാഗപ്പെടുന്ന മത്സര വള്ളങ്ങളുടെ പ്രാഥമിക മത്സരമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 1-ാം ട്രാക്കിൽ തോമസ് നയിക്കുന്ന ആശാപുളിക്കളം, 2-ാം ട്രാക്കിൽ നയിക്കുന്ന കോട്ടപ്പറമ്പൻ, 3-ാം ട്രാക്കിൽ മനീഷ് നയിക്കുന്ന കുന്നത്തറവങ്ങാഴി, 4-ാം ട്രാക്കിൽ ടി നൗഷാദ് നയിക്കുന്ന പട്ടേരിപുരക്കൽ, 4-ാം ട്രാക്കിൽ വളരെ ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് ദൃശ്യമാകുന്നത്. 2-ാം ട്രാക്കിൽ പ്രസിദ്ധമായ കലയിലേക്കുള്ള 4 വള്ളങ്ങളാണ് ആശാപുളിക്കലും കോട്ടപ്പറമ്പനും കുന്നത്തറവങ്ങാഴി പട്ടേരിപുരക്കലും. ഇത് 2-ാം ട്രാക്കിൽ വരുന്ന കോട്ടപ്പറമ്പനാണ് ഇപ്പോൾ മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ തന്നെ 28-ാം നമ്പർ കുന്നത്തറവങ്ങാഴിയുണ്ട്.
ഇഞ്ചോടിയുള്ള ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിയുള്ള ഒരു പോരാട്ടം തന്നെയാണ് പുന്നമടയിലെ ഗിരിമാറിൽ ദൃശ്യമാകുന്നത്. പുന്നമടയിലെ ഈ ജലപൂരം കാണാനായി കേരളത്തിന്റെ വിവിധ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഒട്ടേറെ വള്ളംകളി പ്രേമികൾ ഇരുകരകളിലും തടിച്ചുകൂടിയിട്ടുണ്ട്. ആവേശപരമായ മത്സരം, ശരിക്കും ആവേശപരമായ മത്സരം തന്നെ വിഭാഗത്തിൽ ഒന്നാം ട്രാക്കിലെ ആശാപുഴുക്കളവും രണ്ടാം ട്രാക്കിലെ ഒന്നാം ട്രാക്കിലെ ആശാപുഴുക്കളമാണ് ഇപ്പോൾ ആശാപുഴുക്കളും വള്ളപ്പാടിനായി ഇപ്പോൾ മുന്നിലെത്തുന്നത് പുന്നത്തരവനാഴിയാണ്. 28ാം നമ്പർ മൂന്നാം ട്രാക്കിലെ BBC കുടിക്കുന്നതിന്റെ ഇപ്പോൾ സ്ഥാനം അപകരിച്ചിരിക്കുന്നത് ശക്തമായ മുന്നേറ്റമാണ് ഇപ്പോൾ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. 31 പോരാട്ടം അതാണ് ഇപ്പോൾ പുന്നമടയിൽ കൊണ്ടിരിക്കുന്നത്. ഉള്ള മത്സരം അത്യന്തം ആവേശപരമായ മത്സരം, അത്യന്തം ആവേശം കൊള്ളിക്കുന്ന മത്സരം. വിശേഷിപ്പിക്കാം. വള്ളപ്പാട് മറ്റുള്ളവരെ കല്ലിന്റെ മറ്റുണ്ട്. ഒരു മുന്നേറ്റമാണ് വിശദമായി. പിന്നാലെ ശക്തമായ ശക്തമായ വളരെ മനോഹരമായ കാഴ്ചയാണ് ശക്തമായ മുന്നേറ്റം. അവരുടെ ആവേശക്കുറിപ്പ് അതാണ് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നു. ശക്തമായ നീക്കം, അവരുടെ കായികത്തിന്റെ ആ മാതകൾ അവരെ പുറത്തെടുത്തിരിക്കുകയാണ്. ആവേശക്കുറിപ്പിൽ ഉന്നതവനാഴി അവരവരായി അതായത് ഒന്നാം സ്ഥാനത്തേക്ക് കോട്ടപ്പറമ്പിന്റെ ഒരു കുതിച്ചുചാട്ടമായിരുന്നു. ആ രണ്ടാം സ്ഥാനം കൊണ്ട് ഉന്നതവനാഴിക്ക് വന്നു. ജോർജ് നയിച്ച കോട്ടപ്പറമ്പൻ പ്രാഥമിക മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് മനീഷ് കെ പി നയിച്ച പുന്നത്തവനാഴി രണ്ടാം സ്ഥാനത്തേക്കും എത്തിയിരിക്കുന്നു. അടുത്ത മൂന്നാം രണ്ടിൽ അങ്ങനെയാണ് മത്സരിക്കുകയാണ്. ഉദയംപറമ്പിൽ ചെത്തിക്കാടൻ അമ്പലക്കടവൻ വേണുഗോപാൽ 5 വള്ളങ്ങളുടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 5 വള്ളങ്ങളും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം എന്നുള്ള നിലയിലാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1250 മീറ്റർ നീളമുള്ള ധൈര്യമുള്ള ഈ ട്രാക്കിൽ 5 വള്ളങ്ങൾ തുഴഞ്ഞു നീങ്ങുന്നത് ആവേശത്തോടെയാണ്. രണ്ട് വശത്തും ആളുകൾ പ്രേക്ഷകരുടെ ആവേശോജ്വലമായ പ്രോത്സാഹനത്തോടെയാണ് വള്ളങ്ങൾ തുഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉദയംപറമ്പിൽ ചെത്തിക്കാടൻ അമ്പലക്കടവൻ വേണുഗോപാൽ 5 വള്ളങ്ങൾ ഏറെക്കുറെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം കായലിലൂടെ പുന്നമടക്കായലിലൂടെ തുഴഞ്ഞു മുന്നോട്ട് നീങ്ങുന്നതായുള്ള കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഹീജിൽ വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹീജിൽ എ ഗ്രേഡ് വിഭാഗത്തിൽ 5 വള്ളങ്ങൾ
എം ഗുരേഷ് നയിക്കുന്ന ചെമ്പുപുറം ക്ലബിന്റെ ഉദയംപറമ്പൻ, തോമസ് കുട്ടി നയിക്കുന്ന വെളിനാട് പൗരസമിതി ക്ലബിന്റെ ചെത്തിക്കാടൻ, ശ്യാം കല്ലൂർ നയിക്കുന്ന ടൗൺ ക്ലബ് ഹരിപ്പാടിന്റെ മണലി, കുര്യൻ ജോസഫ് നയിക്കുന്ന കായപ്പുറം ക്ലബിൽ പുളിങ്കുന്നിന്റെ അമ്പലക്കടവൻ, കരുമാടി നയിക്കുന്ന കരുമാടിക്കുട്ടൻ ക്ലബ് കരുമാടി ക്ലബിന്റെ വേണുഗോപാൽ. അങ്ങനെ 5 കളിവള്ളങ്ങൾ വിഭാഗത്തിൽ മത്സരം ഉജ്ജ്വലമായി മുന്നോട്ട് നീങ്ങുന്നതായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ ദൃശ്യമാകുന്നത്. 5 വള്ളങ്ങൾ ഒപ്പം തന്നെ തിരിച്ചു വാങ്ങിയിരിക്കുന്നു. ഒന്നാം ട്രാക്കിൽ ഉദയംപറമ്പിൽ, രണ്ടാം ട്രാക്കിൽ ചെത്തിക്കാടൻ, മൂന്നാം ട്രാക്കിൽ മണലി, നാലാം ട്രാക്കിൽ അമ്പലക്കടവൻ, അഞ്ചാം ട്രാക്കിൽ വേണുഗോപാൽ. 5 വള്ളങ്ങൾ ആരാണെങ്കിൽ എന്ന് പറയാൻ പറ്റാത്തവണ്ണം തുഴഞ്ഞിരിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ മണലി 26 നമ്പർ കളിവള്ളം കളിവള്ളം മണലി അല്പം മുന്നിലാണ് ഇവിടെ കാണുന്നത്. ഒന്നാം ട്രാക്കിലുള്ള ഉദയംപറമ്പിൽ പുറകിലായിരിക്കുന്നു. രണ്ടാം ട്രാക്കിലെ ചെത്തിക്കാടനാണ് പുറകിലായിരിക്കുന്നത്. എങ്കിൽ തന്നെയും മൂന്നാം ട്രാക്കിലെ മണലി മുന്നോട്ടേക്ക് മുന്നേറിയിരിക്കുന്നു. അഞ്ചാമത്തെ നാലാം ട്രാക്കിൽ അമ്പലക്കടവനും അഞ്ചാമത്തെ ട്രാക്കിലെ വേണുഗോപാലും ഇപ്പോൾ ഒപ്പത്തിനൊപ്പം ഇല്ലാതെ പുറകിലേക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാം ട്രാക്കിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന മണലിമായ ലീഡോടുകൂടി അവർ മുന്നേറിയിരിക്കുകയാണ്. മൂന്നാമത്തെ ട്രാക്കിലെ ഉദയംപറമ്പും ചെത്തിക്കാടനും, നാലാം ട്രാക്കിലെ അമ്പലക്കടവനും, അഞ്ചാം ട്രാക്കിലെ വേണുഗോപാലും ഈ മണലിയോടൊപ്പം നിൽക്കുവാൻ സാധിക്കാത്ത രീതിയിൽ തന്നെയാണ് മത്സരത്തിലെ ഏതാണ്ട് പകുതി ദൂരം പിന്നിടുവാനും ബാക്കിലേക്ക് വ്യക്തമായ ലീഡോടുകൂടി മണലി ശ്യാം കല്ലൂർ നയിക്കുന്ന ടൗൺ ക്ലബ് ഹരിപ്പാടിന്റെ മണലിയാണ് ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത്. 26 നമ്പർ വള്ളം മഞ്ഞ ജേഴ്സി അണിഞ്ഞിരിക്കുന്ന മുന്നോട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉദയംപറമ്പുണ്ട്. ആരും ആരെയും പറ്റാത്ത മത്സരമാണ് ഇവിടെ മലമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും മണലി ടൗൺ ക്ലബ് ഹരിപ്പാട് പുറകിലായി ചെത്തിക്കാടിന് പുറകിലായി ഉദയംപറമ്പിലുണ്ട്. 3 കളിവള്ളങ്ങളേറെ മത്സരത്തിന്റെ ആവേശമാക്കിക്കൊണ്ട് തന്നെ പുന്നമടമലയിൽ ജലഘടകമാരിക്കൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഉദയംപറമ്പിൽ ചെത്തിക്കാടൻ, മണലി, അമ്പലക്കടവൻ, വേണുഗോപാൽ, അമ്പലക്കടവൻ മുന്നിലേക്ക്. അമ്പലക്കടവൻ 4ാം ട്രാക്കിൽ 29 നമ്പർ അമ്പലക്കടവനാണ് മുന്നിൽ നിൽക്കുന്നത്. കുര്യൻ ജോസഫ് നയിക്കുന്ന കായപ്പുറം ക്ലബിന്റെ അമ്പലക്കടവൻ വ്യക്തമായ ലീഡോടുകൂടി തന്നെ 29. രണ്ടാം സ്ഥാനത്ത് മണലി ടൗൺ ക്ലബ് ഹരിപ്പാട് മണലിയാണ് രണ്ടാമതായി നയിക്കുന്നത്. അമ്പലക്കടവൻ വ്യക്തമായി അങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി മണലിയോടൊപ്പം തന്നെ ചെത്തിക്കാടുണ്ട്. എങ്കിലും തൊട്ട് മുമ്പിൽ മണലിയാണ്. 2ാം സ്ഥാനത്താണ് മണലിയാണ്. ഇപ്പോൾ അമ്പലക്കടവൻ ഫിനിഷിംഗ് പോയിന്റ് മുത്തമിട്ട് വിജയം രണ്ടാം ഹീറ്റ്സിൽ നേടിയിരിക്കുകയാണ്. മണലി രണ്ടാമത്തെ മൂന്നാമത്തെ ട്രാക്കിലാണ് മണലി. അവരും ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒപ്പം ചെത്തിക്കാടുന്നുണ്ട്. ആർക്കാണെന്ന് പറയാൻ പറ്റില്ല. അമ്പലക്കടവൻ റീപ്ലേ അമ്പലക്കടവൻ 29 നമ്പർ അമ്പലക്കടവൻ ഈ രണ്ടാമത്തെ ഹീറ്റ്സിൽ വിജയിച്ചിരിക്കുന്നു. കുര്യൻ ജോസഫ് നയിക്കുന്ന ആയിൽപ്പുറം ക്ലബിന്റെ പുളിങ്കുന്ന് അമ്പലക്കടവൻ 1ാം സ്ഥാനം നേടി. 2ാം സ്ഥാനം ചെത്തിക്കാടിനോ മണലിയോ പറയാൻ പറ്റാത്തവണ്ണമാണ്. മണലിയായിരുന്നു കുറച്ചു മുന്നിലായി നിന്നിരുന്നത്. 26 നമ്പർ 3ാമത്തെ ട്രാക്കിലുള്ള മണലി. അത് ശ്യാം കല്ലൂർ ടൗൺ ക്ലബിന്റെ ഹരിപ്പാട്. ഇപ്പോഴും കളിവള്ളങ്ങളുടെ മത്സരങ്ങൾ പങ്കെടുത്ത കളിവള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് നീങ്ങുന്നതായിട്ടുള്ള കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ 5 കളിവള്ളങ്ങൾ ഉദയംപറമ്പിലും ചെത്തിക്കാടിനും മണലിയും അമ്പലക്കടവനും വേണുഗോപാലും ഇവിടെ ഹൃദ്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്.
വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ വരും കാലങ്ങളിൽ നമുക്ക് കരുത്തരായ കുട്ടികളെ തുളച്ചിക്കാരെ കാണുമെന്നുണ്ടെങ്കിൽ ഈ സീസണാകുന്നതിനെ പരിശീലിപ്പിക്കണം. ആ പരിശീലനമായി പുന്നമടയുടെ രോഗരക്ഷായി, പുന്നമടയുടെ ആപ്പായി, പുന്നമടയുടെ താളമായി മാറേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾ യാതൊരു കൂസലുമില്ലാതെ ഈ വലിപ്പം അല്പം കൂടിയാലും കുറഞ്ഞാലും കാർമ്മന്മാരുടെ കൂടെ കുട്ടികളെ ഈ ജലോത്സവത്തിലേക്ക് പറഞ്ഞുവിടുന്നത്. കാരണം ഈ പുന്നമടയിൽ ഈ നെഹ്റു ട്രോഫി നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1952 തിരുപ്പതി സന്ദർശിച്ചെങ്കിൽ ആ തിരുപ്പതി സന്ദർശന വേളയുടെ സ്മരണകളെ അയവിറക്കിക്കൊണ്ട് കുട്ടനാട്ടുകാര് 53 ഒഴിച്ചാൽ ബാക്കിയുള്ള വർഷങ്ങളിലെല്ലാം വിവിധ മത്സരവള്ളങ്ങൾ നടന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 63ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഒന്നാം പാദ മത്സരങ്ങൾ